ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിർഗമ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2024 ആഗസ്റ്റ് മാസഫലം ധനുക്കൂറുകാർക്കും ധനുലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ്. അതായത് മൂലം, പൂരാടം, ഉത്രാട നക്ഷത്രത്തിൻ്റെ ആദ്യപാദത്തിൽ പെടുന്നവർക്ക് ആഗസ്റ്റ് മാസം എങ്ങനെയാകും എന്നുള്ളതാണ്. അപ്പോൾ ആഗസ്റ്റ് മാസത്തെ ഗ്രഹസ്ഥിതി അനുസരിച്ച് ധനുക്കൂറുകാരുടെയും ധനുലഗ്നക്കാരുടെയും ആരോഗ്യം, തൊഴിൽ, ബിസിനസ്, വിദ്യാഭ്യാസം, ധനസ്ഥിതി, വിവാഹം, ദാമ്പത്യബന്ധം, കുടുംബജീവിതം എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു പൊതുഫലമാണ്, ഒരു പൊതു നിരീക്ഷണമാണ് ഇവിടെ നടത്തുന്നത്, ഇവിടെ പറയുന്നത്. അതേസമയം ഈ ധനുക്കൂറുകാരുടെയും ധനുലഗ്നക്കാരുടെയും ജാതകത്തിൽ അവരുടെ ആ ജാതകത്തിലെ ഗ്രഹസ്ഥിതി എങ്ങനെയാണ്, ഇപ്പോൾ നടക്കുന്ന ദശ, അപകാരം, ഛിദ്രം, അവയൊക്കെ ഏത് ഗ്രഹങ്ങളുടേതാണ്, ആ ഗ്രഹങ്ങളെല്ലാം ജാതകത്തിൽ ഇഷ്ടസ്ഥാനത്താണോ അനിഷ്ടസ്ഥാനത്താണോ എന്നതിനനുസരിച്ച് ഈ പൊതുഫലത്തിൽ അനുകൂലമായോ പ്രതികൂലമായോ മാറ്റങ്ങൾ ഉണ്ടാകാം എന്നും കൂടെ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഒരേ നക്ഷത്രക്കാർക്കും ഒരേ ലഗ്നക്കാർക്കും വ്യത്യസ്തമായിട്ടുള്ള ഫലങ്ങൾ അനുഭവത്തിൽ വരുന്നത്. അപ്പോൾ അവ ജാതക നിരീക്ഷണത്തിലൂടെ അറിയേണ്ടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ധനുക്കൂറുകാരുടെയും ധനുലഗ്നക്കാരുടെയും ആരോഗ്യസ്ഥിതി എങ്ങനെയാണെന്ന് നോക്കാം. ആരോഗ്യസ്ഥിതി ചിന്തിക്കുമ്പോൾ ജന്മ രാശ്യാധിപനും ലഗ്നരാശ്യാധിപനായിട്ടുള്ള ഗുരു സുഖസ്ഥാനാധിപനും കൂടിയാണ് ആ ഗുരു 6ലാണ് സ്ഥിതി ചെയ്യുന്നത്, അനിഷ്ടസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്. 6 കുജനും ഉണ്ട്. അപ്പോൾ 8ലാണെങ്കിൽ സൂര്യൻ ആഗസ്റ്റ് 15 വരെ സ്ഥിതി ചെയ്യുന്നുണ്ട്. പൊതുവേ ഒരു ശരീരസുഖമൊക്കെ കുറയുന്ന സമയമായിട്ട് കാണുന്നു. അപ്പോൾ ആദ്യത്തെ 2 വാരം ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കേണ്ടുന്ന സമയമാണ്. പ്രത്യേകിച്ച് ഒരു ഇമ്മ്യൂണിറ്റി കുറവ്, ചിലർക്കാണെങ്കിൽ ചെറിയ തോതിൽ ഇൻഫെക്ഷനൊക്കെ സാധ്യതയുള്ള സമയമാണ്. അപ്പോൾ 6ാം ഭാവരാശിയിലാണ് ഈ ഗ്രഹങ്ങൾ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് ഈ സ്റ്റൊമക്ക് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ്, ബോഡി പെയിൻ, അതുപോലെ ചിലർക്കാണെങ്കിൽ ഷോൾഡർ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ പെയിനിനൊക്കെ സാധ്യതയുണ്ട്. ചിലർക്കാണെങ്കിൽ സ്ലീപ്പിംഗ് പ്രോബ്ലം ഈ സമയത്തുണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ യാത്രകളിൽ ആദ്യത്തെ 2 വാരമൊക്കെ ഒരു കെയർ വേണം. അതുപോലെ ഡ്രൈവിങ്ങിലുമൊക്കെ ശ്രദ്ധ വേണ്ടുന്ന സമയമാണ്. അപ്പോൾ ഈ ശരീരസുഖമൊക്കെ കുറയുന്ന സമയമായതുകൊണ്ട് അപ്പോൾ ഈ കുറുകാർ കൂടുതൽ വ്യായാമം അല്ലെങ്കിൽ യോഗ ഒക്കെ ഈ സമയത്ത് ശീലിക്കുന്നത് ആവശ്യമായിട്ട് വരുന്നു. ചിലർക്ക് പ്രത്യേകിച്ച് ഈ 4ാം ഭാവരാശിയിൽ രാഹു സ്ഥിതി ചെയ്യുന്ന സമയവും കൂടെയാണ്. അപ്പോൾ ഒരു മാനസികമായിട്ടുള്ള ടെൻഷൻ, അമിതമായിട്ടുള്ള ചിന്ത ഒക്കെ ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ടെൻഷനും അതുപോലെ നമുക്ക് നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ചിന്തകളൊക്കെ വരികയാണെങ്കിൽ അവയൊക്കെ നമുക്ക് മാറ്റുന്നതിന് ആത്മീയമായിട്ടുള്ള ആ ചിന്ത കൂട്ടുന്നതും അതുപോലെ ധ്യാനമൊക്കെ ശീലിക്കുന്നത് വളരെ ഗുണം ചെയ്യും. അപ്പോൾ ചിലർക്കാണെങ്കിൽ അവരുടെ പ്രണയ പങ്കാളിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഈ സമയത്ത് ഉണ്ടാകാനും സാധ്യത കാണുന്നുണ്ട്. ഇനി നമുക്ക് തൊഴിൽ സ്ഥിതി ചിന്തിക്കുമ്പോൾ കർമ്മഭാവാധിപൻ ബുധൻ, ആ ബുധനാണെങ്കിൽ ശുക്രനുമായിട്ട് യോഗം ചെയ്യുന്നുണ്ട് 9 ആ കർമ്മഭാവാധിപന് വക്രസ്ഥിതിയും കൂടെയാണ്. അപ്പോൾ കർമ്മസ്ഥാനത്താണെങ്കിൽ കേതു ഉണ്ട്. ആ കർമ്മസ്ഥാനത്ത് ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ ഉണ്ട്. അപ്പോൾ തൊഴിലിൽ പൊതുവെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു നേട്ടം ഉണ്ടാകണമെന്നില്ല. ഇപ്പോൾ നിലവിലെ തൊഴിൽ സ്ഥിതി അങ്ങനെ തുടരും. പൊതുവെ തൊഴിലിൽ ഒരു സംതൃപ്തി കുറവിനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇപ്പോൾ ചിലർക്കാണെങ്കിൽ തൊഴിൽ മാറ്റത്തിനുള്ള ഒരു ശ്രമമൊക്കെ ഈ സമയത്ത് ഉണ്ടാകും. അപ്പോൾ ചിലർക്ക് ഉയർന്ന തൊഴിലിനുള്ള ഒരു സെർച്ച്, ഒരു അന്വേഷണം ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം. അപ്പോൾ ഈ കർമ്മഭാവാധിപനായിട്ടുള്ള ബുധൻ 9 വക്രത്തിൽ സഞ്ചരിക്കുന്നതും അതുപോലെ 22 മുതൽ ആ ബുധൻ അഷ്ടമത്തിലൊക്കെ വരുന്നതും തൊഴിലിലൊരു ടെൻഷൻ, ഒരു സുഖക്കുറവൊക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ വർക്ക് ലോഡ് കൂടുന്നതിനും വർക്ക് പ്രഷറൊക്കെ ഉണ്ടാകുന്നതിനൊക്കെ സാധ്യത കാണുന്നുണ്ട്. അതുപോലെ ഈ കൂടെ വർക്ക് ചെയ്യുന്നവരും മേലുദ്യോഗസ്ഥരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിലൊക്കെ വളരെ കെയർ വേണം. പ്രത്യേകിച്ച് ബുധൻ വക്രത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ കമ്മ്യൂണിക്കേഷനിലൊക്കെ ഒരു കെയർ വേണം.
അത് കമ്മ്യൂണിക്കേഷനിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്നത്, അത് എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ, തർക്കങ്ങളൊക്കെ ഉണ്ടാകാൻ അത് വഴിതെളിക്കും. അപ്പോൾ അത് ഉണ്ടാകാതെയൊക്കെ നോക്കണം. അതുപോലെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് തീരുമാനമായാലും അത് ശ്രദ്ധയോടെ എടുക്കേണ്ടുന്ന സമയമാണ്. സഡൻ ഡിസിഷൻ കഴിവതും ഒഴിവാക്കുക. ഗുരുദൃഷ്ടി കർമ്മസ്ഥാനത്ത് വരുന്നുണ്ട്. അത് ഈ തൊഴിലിൽ എന്തെങ്കിലും പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ വരികയാണെങ്കിൽ, ഇപ്പോൾ തൊഴിലിടത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിന്, അത് നിയന്ത്രിക്കുന്നതിനൊക്കെ ആ ഗുരുവിൻ്റെ കർമ്മസ്ഥാനത്തെ ദൃഷ്ടിക്ക് കഴിയും. അതുപോലെ 16 മുതൽ ഈ ഭാഗ്യഭാവാധിപനായിട്ടുള്ള സൂര്യൻ ഭാഗ്യസ്ഥാനത്ത് വരുന്നുണ്ട്. അത് നമുക്ക് ഇപ്പോൾ ആദ്യത്തെ 2 വാരം എന്തെങ്കിലും തൊഴിലിടത്ത് എന്തെങ്കിലുമൊക്കെ ഭാഗ്യ തടസ്സങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആ ഭാഗ്യ തടസ്സങ്ങളൊക്കെ മാറുന്നതിന് 9ാം ഭാവാധിപൻ 9ൽ തന്നെ വരുന്നത് സഹായകമാകും. ഇപ്പോൾ തൊഴിൽ അന്വേഷികൾക്ക് പൊതുവേ ഒരു ഹാർഡ് വർക്കൊക്കെ വേണ്ടുന്ന സമയമാണ്. സർക്കാർ സർവീസിലുള്ളവരൊക്കെ ആദ്യത്തെ 2 വാരമൊക്കെ തൊഴിലിൽ വളരെ ശ്രദ്ധിക്കണം. എന്തെങ്കിലുമൊക്കെ വീഴ്ചകൾ ഉണ്ടാകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ തൊഴിലിൽ ഉണ്ടാകുന്ന ആ വീഴ്ചകൾ കഴിവതും കറക്റ്റ് ചെയ്യാനുള്ള ഒരു ശ്രമമൊക്കെ നടത്തി പോകണം. പ്രത്യേകിച്ച് 9ാം ഭാവാധിപൻ അഷ്ടമത്തിൽ നിൽക്കുന്ന സമയമാണ്. അതുപോലെ വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് ഗുരുവിൻ്റെയും കുജൻ്റെയൊക്കെ ശനിയുടെയൊക്കെ ദൃഷ്ടി ആ 12ൽ വരുന്ന സമയമാണ്. അതുപോലെ ഈ 9ാം ഭാവാധിപനായിട്ടുള്ള സൂര്യനും 16 മുതൽ 9ലേക്കൊക്കെ വരുന്നുണ്ട്. അപ്പോൾ പൊതുവെ അവസാനത്തെ 2 വാരമൊക്കെ ആകുമ്പോൾ ഈ വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് ആ നിലവിലെ പ്രശ്നങ്ങളൊക്കെ മാറി വിദേശത്തെ തൊഴിൽ ലഭിക്കുന്നതിനൊക്കെയുള്ള സാധ്യത കാണുന്നുണ്ട് എന്നും കൂടെ മനസ്സിലാക്കുക. ഇനി ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം 7ാം ഭാവാധിപൻ ബുധൻ ശുക്രനുമായിട്ട് 9ൽ യോഗം വരുന്നുണ്ട്. അത് ഗുണം ചെയ്യും. എങ്കിലും ബുധൻ ബിസിനസ് കാരകനും കൂടിയാണ്. ബുധൻ വക്രത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ പ്രത്യേകിച്ച് ഈ 22 മുതൽ ആ ബുധൻ അഷ്ടമത്തിലും കൂടെ വരുന്നുണ്ട്. അപ്പോൾ അവസാന വാരമൊക്കെ ആകുമ്പോൾ ബിസിനസ്സിലൊക്കെ കൂടുതൽ ശ്രദ്ധ കൊടുക്കണം. ഇപ്പോൾ അശ്രദ്ധ കൊണ്ടുള്ള നഷ്ടത്തിന് സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ കെയർ വേണം. അതിനാൽ നമ്മൾ ഈ സാഹചര്യത്തിനനുസരിച്ച് ബിസിനസ്സിൻ്റെ പ്ലാനിലും തന്ത്രത്തിലൊക്കെ ഓരോ മാറ്റങ്ങൾ വരുത്തി പോകാൻ ശ്രദ്ധിക്കണം. അതുപോലെ ബിസിനസ് പ്രൊഫഷണൽസ് പൊതുവെ അവരുടെ കൃത്യനിർവഹണത്തിൽ വീഴ്ച ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. അവസാന വാരം ഒക്കെ ആവുമ്പോൾ ഈ 5ാം ഭാവാധിപനായിട്ടുള്ള കുജൻ 7ലേക്ക് രാശി മാറുന്നുണ്ട്. അത് ബിസിനസ്സിൽ ഊർജ്ജസ്വലതയൊക്കെ കൂട്ടും. അതുപോലെ വിദേശ വിപണനത്തിനൊക്കെ ആ ഗുരുവിൻ്റെയും കുജൻ്റെയൊക്കെ ദൃഷ്ടി ആ 12ൽ വരുന്നതൊക്കെ വളരെ ഗുണം ചെയ്യും. അപ്പോൾ അഷ്ടമത്തിലൊക്കെ ബുധൻ വരുന്നത് കൊണ്ട് ഈ പ്രത്യേകിച്ച് ഈ പാർട്ട്ണർഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ നിലവിലുണ്ടെങ്കിൽ അവയൊക്കെ മാറുന്നതിനും പാർട്ട്ണർഷിപ്പിലൊക്കെ സഡൻ നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനൊക്കെ സാധ്യതയുണ്ട്. ഇപ്പോൾ ചിലർക്കാണെങ്കിൽ ഇൻഹെറിറ്റൻസ് വഴിയൊക്കെ എന്തെങ്കിലും അപ്രതീക്ഷിത നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് അഷ്ടമത്തിലെ ആ ബുധൻ വരുന്നത് വഴിതെളിക്കും എന്ന് തന്നെ പറയാം. ഇനി വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഗുരുവും കുജനുമൊക്കെ യോഗം ചെയ്ത് 6ൽ നിൽക്കുന്ന സമയമാണ്. അതുപോലെ ബുധനും ശുക്രനുമൊക്കെ 9ൽ ഉള്ള സമയമാണ്. അപ്പം എന്ത് വെല്ലുവിളികളെയും അഭിമുഖീകരിക്കുന്നതിനുള്ള ഒരു ധൈര്യമൊക്കെ ഈ കൂറുകാർക്കുണ്ടാകും. അതുപോലെ അറിവ് ആർജിക്കുന്നതിന്, ജ്ഞാനം ആർജിക്കുന്നതിനുള്ള ഒരു ശ്രമമൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഈ മത്സര പരീക്ഷകളിൽ പ്രത്യേകിച്ച് കുജനൊക്കെ 6ൽ നിൽക്കുന്ന സമയമാണ്. ആ മത്സര പരീക്ഷകളിലൊക്കെ ഒരു മികവ് പുലർത്താൻ ആ ഗ്രഹസ്ഥിതി സഹായകമാണ്. എങ്കിലും ആദ്യത്തെ 2 വാരം ഭാഗ്യഭാവാധിപനായിട്ടുള്ള സൂര്യൻ അഷ്ടമത്തിൽ നിൽക്കുന്ന സമയമായതുകൊണ്ട് ഭാഗ്യ തടസ്സങ്ങളൊക്കെ വരാം. ഭാഗ്യക്കുറവൊക്കെ ആദ്യത്തെ 2 വാരത്തിന് സാധ്യതയുണ്ട്. അപ്പോൾ 9ൽ ഈ ബുധൻ വക്രത്തിലായതുകൊണ്ട് ഈ ഉന്നത വിദ്യയൊക്കെ അഭ്യസിക്കുന്നവർക്കൊക്കെ ഒരു ശ്രദ്ധ വേണം. അപ്പോൾ അവർ പ്രത്യേകിച്ച് ഈ ഉന്നത വിദ്യാഭ്യാസം നടത്തുന്നവർ അവരുടെ അധ്യാപകരുമായിട്ടൊക്കെ കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോഴൊക്കെ ഉള്ളൊരു ശ്രദ്ധ വേണം. അവരുമായിട്ടൊക്കെ ഇൻ്ററാക്ട് ചെയ്യുമ്പോൾ കഴിവതും അത് പൊളൈറ്റായിട്ടുള്ള ഒരു ഇൻ്ററാക്ഷൻ അവരുടെ ഭാഗത്ത് ഉണ്ടാകണം. അതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കേസ് എന്ന് പറയുന്നത്, ഈ ആദ്യത്തെ 2 വാരം ഭാഗ്യഭാവാധിപൻ അഷ്ടമത്തിൽ നിൽക്കുമ്പോൾ ഭാഗ്യത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല നമുക്ക് വിജയം ഉണ്ടാകുന്നത്, നമ്മുടെ അധ്വാനത്തിൻ്റെ, നമ്മുടെ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് എന്ന് മനസ്സിലാക്കണം. അവസാനത്തെ 2 വാരം നമുക്ക് കുറച്ച് ഭാഗ്യാനുഭവമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്.
ഉന്നത പഠനം, ഗവേഷണം ഇവയൊക്കെ നടത്തുന്നവർക്ക് പൊതുവെ ഭാഗ്യഭാവാധിപനായിട്ടുള്ള സൂര്യൻ ആ 16 ഭാഗ്യസ്ഥാനത്ത് വരുന്നത് ഭാഗ്യനേട്ടങ്ങൾ ഉണ്ടാക്കും. അതുപോലെ ഈ ഉന്നത പഠനത്തിന് നമ്മൾ അഡ്മിഷനൊക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അവസാനത്തെ 2 വാരം അനുകൂലമാകും. അപ്പോൾ അതേസമയം ആഗസ്റ്റ് മാസം പൊതുവെ വിദ്യാർത്ഥികൾ അവരുടെ സമയമൊക്കെ വേസ്റ്റ് ചെയ്യാതെ പഠനത്തിൽ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ അവർ ലക്ഷ്യമിടുന്ന ആ സ്കോർ അവർക്ക് കരസ്ഥമാക്കാൻ കഴിയും എന്നും കൂടെ മനസ്സിലാക്കുക. വിദേശത്തൊക്കെ ഉന്നത പഠനമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല അന്തരീക്ഷം ഉണ്ടാകും. പ്രത്യേകിച്ച് അവസാനത്തെ 2 വാരം വളരെ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ് കാണുന്നത്. ഇനി ധനസ്ഥിതി ചിന്തിക്കുമ്പോൾ ധനഭാവാധിപനായിട്ടുള്ള ശനി 3 വക്രത്തിലാണ്. 11ാം ഭാവാധിപനായിട്ടുള്ള ശുക്രനാണെങ്കിൽ ഭാഗ്യസ്ഥാനത്താണ്. ധനകാരകൻ ഗുരു 6ലാണ്. ഗുരു 2ലേക്ക് ഗുരു 12ലൊക്കെ ദൃഷ്ടി ചെയ്യുന്ന സമയവും കൂടെയാണ്. അപ്പം ധനാഗമമൊക്കെ ഉണ്ടാകും. എങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു പുരോഗതി ആ ധനവരവിൽ ഉണ്ടാകണമെന്നില്ല. ഇപ്പോൾ പരിമിതമായിട്ടുള്ള ഒരു ധനവരവ് മാത്രം ഈ ആഗസ്റ്റ് മാസത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാം. പൊതുവെ ധനച്ചെലവ് കൂടുന്നതിനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇപ്പോൾ 12ലൊക്കെ ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട്, കുജൻ്റെ ദൃഷ്ടിയുണ്ട്, ശനിയുടെ ദൃഷ്ടിയുണ്ട്. അപ്പോൾ 3 ഗ്രഹങ്ങൾ 12ലാണ് ദൃഷ്ടി ചെയ്യുന്നത്. അപ്പോൾ മാത്രമല്ല ഭാഗ്യഭാവാധിപനായിട്ടുള്ള സൂര്യനാണെങ്കിൽ ആദ്യത്തെ 2 വാരം അഷ്ടമത്തിലുമാണ്. അപ്പോൾ അതിനാൽ പല തലങ്ങളിൽ ഉള്ള ചെലവ്, പല രീതിയിലുള്ള ചെലവ് ഈ കുറുകാർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വരുമാനത്തിന് പല മാർഗങ്ങൾ ഉണ്ടാകില്ല, പക്ഷേ ചെലവിന് പല മാർഗങ്ങൾ ഉണ്ടാകും. പലതരത്തിലുള്ള ചെലവ് കൂടുന്നതിനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ സാമ്പത്തിക കാര്യങ്ങളിൽ ഒരു ജാഗ്രത വേണം. വരവറിയാതെ ചെലവ് ചെയ്യുന്നത് സാമ്പത്തിക ഞെരുക്കത്തിന് വഴിതെളിക്കും എന്ന ഈ കുറുകാർ മനസ്സിലാക്കുക. അവസാനത്തെ 2 വാരം സ്ഥിതിയിൽ അനുകൂലമായിട്ടുള്ള ഒരു മാറ്റം അവർക്ക് ഉണ്ടാകും. ഇനി വിവാഹം, ദാമ്പത്യബന്ധം, കുടുംബജീവിതം എങ്ങനെയെന്ന് നോക്കാം. ഇപ്പോൾ ബുധനും ശുക്രനും ഒക്കെ ഭാഗ്യസ്ഥാനത്തുണ്ട്. ഇപ്പോൾ 7ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ ഭാഗ്യസ്ഥാനത്തുണ്ട്. എങ്കിലും ഭാഗ്യസ്ഥാനത്ത് വക്രത്തിലാണ് ആ ബുധൻ നിൽക്കുന്നത്. അതുപോലെ ഭാഗ്യസ്ഥാനത്ത് ആ ബുധൻ വക്രത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ ഈ ജീവിത പങ്കാളി, ഇപ്പോൾ 7ാം ഭാവാധിപൻ 9ൽ വക്രത്തിൽ നിൽക്കുക എന്ന് പറയുമ്പോൾ ജീവിത പങ്കാളിയൊക്കെ നമുക്ക് സെലക്ട് ചെയ്യുന്നതിൽ ഒരു കെയർ വേണം. ഇപ്പം കഴിവതും സഡൻ ഡിസിഷൻ ഒഴിവാക്കി പോവുക. നമുക്ക് ആലോചിച്ച് വിവേകപൂർവ്വം നമുക്ക് അനുയോജ്യമായിട്ടുള്ള പങ്കാളിയാണോ എന്ന് മനസ്സിലാക്കി ചെയ്യുക. പ്രത്യേകിച്ച് 4ലൊക്കെ രാഹുവൊക്കെ ഉള്ള സമയവും കൂടെ ആണ്. അപ്പോൾ കമിതാക്കളെ സംബന്ധിച്ചിടത്തോളം പ്രണയബന്ധം പൊതുവെ സുഗമമാകണമെന്നില്ല. ചിലർക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും, തർക്കങ്ങളുണ്ടാകും. അതുപോലെ ചിലർക്കാണെങ്കിൽ അവരുടെ പ്രണയ പങ്കാളിയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ അവരെ അലട്ടുന്ന സമയമായിരിക്കും. അപ്പോൾ ചിലർക്ക് 5ാം ഭാവാധിപൻ അവസാനത്തെ വാരമൊക്കെ ആവുമ്പോൾ 7ൽ വരുന്ന ഒരു സാഹചര്യമൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അവസാനത്തെ വാരമൊക്കെ ചില കമിതാക്കൾക്ക് ചിലപ്പോൾ ആ പ്രണയബന്ധം വിവാഹ തലത്തിലേക്ക് എത്തുന്നതിനൊക്കെ ഉള്ളൊരു സാധ്യത കാണുന്നുണ്ട്. ഇനി ദാമ്പത്യബന്ധത്തിൽ വരുമ്പോൾ ദാമ്പത്യബന്ധത്തിൽ പൊതുവെ ബുധനും ശുക്രനും ഒക്കെ 9ലെ സ്ഥിതി ദാമ്പത്യബന്ധമൊക്കെ സുഗമമാക്കും. എങ്കിലും കുജൻ ആ 9ൽ നിൽക്കുന്ന ബുധനെയും ശുക്രനെയൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് 25 വരെ. അപ്പം ഇടയ്ക്കിടെ ചെറിയ കലഹങ്ങൾ, പിണക്കങ്ങളൊക്കെ ദമ്പതിമാരുടെ ഭാഗത്തുണ്ടാകാനൊക്കെ സാധ്യതയുണ്ട്. അതിനാൽ തർക്കങ്ങൾ ഒഴിവാക്കി പോകാൻ ശ്രദ്ധിക്കണം. അതുപോലെ അവസാനത്തെ വാരമൊക്കെ ആകുമ്പം 7ാം ഭാവാധിപൻ അഷ്ടമത്തിലേക്ക് രാശി മാറുന്നുണ്ട്. അപ്പോൾ അത് ജീവിത പങ്കാളിക്ക് എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ അവസാനത്തെ വാരം ഉണ്ടാകാനൊക്കെ സാധ്യതയുണ്ട്. അതുപോലെ ഇപ്പോൾ ദമ്പതിമാർ ദൂരയാത്രകളൊക്കെ നടത്തുമ്പോഴൊക്കെ ഒരു കെയർ വേണം. അതുപോലെ ഇപ്പോൾ വാഹനമൊക്കെ ഡ്രൈവ് ചെയ്യുന്നവരാണെങ്കിൽ ആ ഡ്രൈവിങ്ങിലൊക്കെ ഒരു ശ്രദ്ധ കൊടുത്തു പോകണം. അതുപോലെ ഈ കുടുംബജീവിതം ചിന്തിക്കുമ്പോൾ 2ൽ സൂര്യൻ്റെ ദൃഷ്ടി 15 വരെ ഉണ്ട്. അതുപോലെ ഗുരുവിൻ്റെ ദൃഷ്ടിയും 2ലുണ്ട്. എങ്കിലും 4ാം ഭാവാധിപൻ 6ൽ നിൽക്കുന്ന സമയമാണ്. സുഖസ്ഥാനാധിപൻ 6ൽ ആണ് ആ ഗുരു നിൽക്കുന്നത്, ശത്രുസ്ഥാനത്താണ്. 4ലാണെങ്കിൽ രാഹു ഉണ്ട്. അപ്പോൾ കുടുംബത്തിൽ പൊതുവെ
സന്തോഷകരമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാകണമെന്നില്ല. അപ്പോൾ ഈ മുതിർന്ന ഈ കുടുംബ അംഗങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതിനൊക്കെ സാധ്യതയുണ്ട് എന്നും കൂടെ മനസ്സിലാക്കുക. അപ്പോൾ അതൊക്കെ നമുക്ക് പൊതുവെ കുടുംബത്തിലെ ഒരു സുഖക്കുറവിന് ഇടയാക്കും. ഇപ്പോൾ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ കൂടുന്നതിനൊക്കെ ഒരു സാധ്യത ഉണ്ട്. അതുകൊണ്ട് നമ്മൾ കൂടുതലും ആത്മീയ ചിന്ത കൂട്ടുന്നതിനും അതുപോലെ ഈ ആധ്യാത്മിക ഗ്രന്ഥങ്ങളൊക്കെ വായിച്ച് പോകുന്നതിനും ധ്യാനമൊക്കെ ശീലിക്കുന്നതിനുമൊക്കെ സമയം കണ്ടെത്തുന്നത് പ്രത്യേകിച്ച് മാനസികമായിട്ടുള്ള ടെൻഷനൊക്കെ കുറയാൻ അത് വഴിതെളിക്കും. മാത്രമല്ല ഈ ആഗസ്റ്റ് 3, 4, 5, 13, 14, 15, 26, 27 ഈ തീയതികൾ പ്രത്യേകിച്ച് ഈ കുറുകാർക്ക് അത്രത്തോളം അനുകൂല ദിവസങ്ങൾ അല്ല. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ ശുഭകർമ്മങ്ങളും മംഗളകർമ്മങ്ങളും ഒക്കെ നടത്തുന്നത് ഒഴിവാക്കണം. സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നത് ഒഴിവാക്കണം. അതുപോലെ പുത്തൻ സംരംഭങ്ങളൊക്കെ ആരംഭിക്കുകയാണെങ്കിൽ അതും കഴിവതും ഈ ദിവസങ്ങളിൽ ആകാതിരിക്കാനൊക്കെ ഒരു ശ്രദ്ധ ഈ കുറുകാരുടെ ഭാഗത്ത് വേണം. ഞാനിവിടെ പറഞ്ഞത് ധനുക്കുറുകാരുടെയും ധനു ലഗ്നക്കാരുടെയും ഫലമാണ്. അപ്പോൾ ധനുക്കൂറിൽ പെടുന്ന നക്ഷത്രക്കാർക്ക് എല്ലാവർക്കും ധനുലഗ്നം വരണമെന്നില്ല. കുറച്ച് പേർക്ക് ധനുലഗ്നം വരാം, മറ്റുള്ളവർക്ക് വ്യത്യസ്തമായിട്ടുള്ള ലഗ്നരാശിയിൽ വരാം. അപ്പോൾ ധനുക്കൂറും ധനുലഗ്നവും ഒന്നായിട്ട് വരുന്നവർക്ക് പൊതുവെ ഈ പൊതുഫലത്തിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അത് കൂറിൻ്റെ ആംഗിളിൽ ചിന്തിച്ചാലും ലഗ്നത്തിൻ്റെ ആംഗിളിൽ ചിന്തിച്ചാലും വലിയ വ്യത്യാസം വരാൻ സാധ്യതയില്ല. അതേസമയം ഈ ധനുക്കൂറിലെ നക്ഷത്രക്കാർക്ക് വ്യത്യസ്തമായിട്ടുള്ള ലഗ്നരാശികൾ വരുന്നു എങ്കിൽ ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലം ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം കമ്പൈൻ ചെയ്ത് കേൾക്കുക. അത് പൊതുവെ നമുക്ക് ആഗസ്റ്റ് മാസത്തെ ആ പൊതുഫലത്തിൻ്റെ ഒരു കൃത്യരൂപം കിട്ടാൻ കൂടുതൽ കൃത്യതയുണ്ടാകാൻ അത് വഴിതെളിക്കും. മാത്രമല്ല ഈ കൂറിൻ്റെ ഫലത്തെക്കാളും കൂടുതൽ കൃത്യത എന്ന് പറയുന്നത് ലഗ്നത്തിൻ്റെ ഫലത്തിനാണ്. അതുകൊണ്ട് കഴിവതും ലഗ്നരാശി അറിയാമെങ്കിൽ ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും കൂടെ ഇതിനോടൊപ്പം കേൾക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.